നിലവിലെ സാഹചര്യം ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള 800ഓളം ആൾക്കാരെ നമ്മുടെ ഫയർഫോഴ്സ് നിർമ്മിച്ച നമ്മുടെ ലാഡർ കൊണ്ട് നിർമ്മിച്ച ഒരു ബ്രിഡ്ജിൽ കൂടെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 22ഓളം ബോഡി അവസാനം അവിടെ നിന്ന് കണ്ടെടുത്തു. അതിലിനി ഒരു 5 കൂടി മറുകര എത്തിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്ക്യൂ വർക്ക് നാളെ രാവിലെ ആരംഭിക്കുന്നതാണ്. കാര്യം പലരും ഇവിടെ മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കണം. പല വീടുകളും മണ്ണിനടിയിലാണ്. അവിടെയൊക്കെ ആളുകൾ ഉണ്ടാകാം. അതൊക്കെ ആരൊക്കെ എങ്ങനെയാണ് എവിടാന്നുള്ള കാര്യമൊക്കെ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞാലേ ഇനി അറിയത്തുള്ളൂ എത്ര പേര് ആക്ച്വലി മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളത്. നിലവിൽ ഇപ്പൊ നമ്മള് ഈ താൽക്കാലികമായിട്ട് നിർമ്മിച്ച പാലം വഴി 800 പേരെയാണ് കടത്തിയത്. കൃത്യമായിട്ടുള്ള കണക്കാണ്. മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ഏതാണ്ട് 800ഓളം ആൾക്കാർ അവിടെ ട്രാപ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ 1-2 റിസോർട്ടിലും ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ആ ബ്രിഡ്ജ് വഴി എത്തിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ പ്രായം ചെന്നവരും ചെറിയ കുട്ടികളും ന്യൂ ബോൺ ബേബീസ് വരെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് മറുകര എത്തിച്ചിട്ടുണ്ട്. സാർ, നിലവിലിപ്പം ആ മേഖലയിലേക്ക് നമുക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല. അപ്പം നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇവിടുത്തെ അത്ര ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? എന്താണ് അവിടുത്തെ ഒരു നിലവിലെ സാഹചര്യം? ആ മേഖലയിലോട്ട് നമുക്ക് കടന്നു ചെത്താൻ പറ്റിയത് കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് തന്നെ 22 ഡെഡ് ബോഡീസ് എടുത്തത്. ഇപ്പൊ നിങ്ങൾ ബാക്കിൽ കാണുന്നത് പോലെ തന്നെ അതിലിനി ഒരു 3 ഡെഡ് ബോഡിയും കൂടി ഇനി വരാനുണ്ട്. അതും കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് മറുകര എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ കഴിയും. പിന്നെ അവിടെ അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലം ആദ്യം ഉണ്ടായിരുന്നു. ആ പ്രയാസം നമ്മൾ ഈ ബ്രിഡ്ജ് നിർമ്മിച്ചതോടുകൂടി പരിഹരിക്കപ്പെട്ടു. സാർ, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പം പ്രധാനമായിട്ടും സാർ പറഞ്ഞു കുറെ ആൾക്കാരെ കാണാത്ത പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം നാളത്തെ നമ്മുടെ ഒരു പ്ലാൻ എന്തായിരിക്കും? നാളത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ മഴ നമുക്കിപ്പം ഈ റെസ്ക്യൂ വർക്കിന് സാരമായിട്ട് അത് ബാധിച്ചിട്ടില്ല. മഴ ഏതാണ്ട് കുറഞ്ഞു നിന്നത് കൊണ്ടാണ് ഈ റെസ്ക്യൂ വർക്ക് ഇത്രയും എളുപ്പമായത്. അപ്പോൾ ഇനി ഈ പുഴയിൽ ഇനി ഫർദറായിട്ട് ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യവും മഴ കൂടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ കുറച്ചുകൂടെ സെർച്ച് നടത്താൻ പറ്റും. അതിൽ കൂടുതൽ ആൾക്കാരെ ട്രാപ്ഡ് ആയിട്ട് ഉള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്താനും എല്ലാം ശ്രമിക്കാം. ഈ വീടുകളിനകത്തുള്ള ചെളിയും മറ്റുമൊക്കെ നീക്കം ചെയ്തും അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ പരിശോധിക്കുന്നതാണ്. സംശയം നിലവിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ളതുണ്ടോ? അതായത് എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് ആവശ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഇവിടേക്ക് വരേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? കൂടുതലായിട്ട് നമുക്ക് ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പറയുന്ന പോലെ യന്ത്രസഹായം ഒരു പരിധിവരെ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അത് നമ്മൾ നാളെ അതുകൊണ്ട് വന്ന് നമ്മൾ സ്ലോലി ഓരോ സ്ഥലവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം നിലവിൽ മൊത്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ള മൃതദേഹം എന്ന് പറയുന്ന ഒരു എണ്ണം എത്രയാണ്? അങ്ങനെ ഒരു ഔദ്യോഗിക എണ്ണം ഉണ്ടോ? ഔദ്യോഗിക എണ്ണം എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഈ സ്പോട്ടിൽ നിൽക്കുന്നുണ്ട് അറിയുന്നില്ല. പല വഴിക്കും നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് അവിടുന്ന് മറുകരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന എണ്ണ ചോദിക്കുന്നു. അതും ഏതാണ്ട് ഒരു 10-60ഓളം ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നതായിട്ടാണ് എൻ്റെ അറിവ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വ്യക്തമായ കണക്ക് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പല ലൊക്കാലിറ്റിയിൽ നിന്നതുകൊണ്ട്. ഇനി നാളത്തെ റെസ്ക്യൂ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഈ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തിരയുക എന്നുള്ളതാണ്. ഇപ്പം ഇതുവരെ എത്ര മൃതദേഹം കൊണ്ടുവന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് 60ഓളം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് കണക്ക് കേട്ടത്. അത് കൃത്യമായ കണക്ക് എനിക്ക് അത് കൃത്യമായ ഒരു കണക്കായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ഇത് പറഞ്ഞു കേട്ടത് ഏതാണ്ട് 60ഓളം വന്നിട്ടുണ്ടെന്നാണ്. നിലവിൽ ആ മേഖലയിൽ ആരും തന്നെ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നിലവിൽ ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റും. ഇനി ഉള്ളത് അവിടെ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഒഴുകി വന്ന മരങ്ങൾക്കോ പാറകെട്ടിനിടയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് എത്ര ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് നാളെ ഓരോ ആളുകൾ അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടെത്തിയിട്ട് എല്ലാവരും സേഫാണോ അല്ലെങ്കിൽ മിസ്സിംഗ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. നാളെ എത്ര മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമ്മൾ എത്രയും അതിരാവിലെ തന്നെ ഇത് ആരംഭിക്കും. അതിനുള്ള ടീം കോർഡിനേഷനൊക്കെ നമ്മൾ പ്രാഥമികമായിട്ട് നടത്തുന്നുണ്ട്. വേണു, അപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കേരള ഫയർഫോഴ്സിന്റെ ചീഫാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഏകോപനത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണാർത്ഥത്തിൽ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ റോപ്പ് വഴി ഏകദേശം 60-ലധികം മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം 3 മൃതദേഹങ്ങൾ മാത്രമേ കൊണ്ടുവരാനുള്ളൂ. അതേസമയത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഈ പാലത്തിലൂടെ ഏകദേശം 800-ലധികം അല്ലെങ്കിൽ 800ഓളം ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്.